വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ വിധികർത്താക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സാമൂഹ്യ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം ഒട്ടേറെ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടനവധി സാമൂഹ്യ തിന്മകളാൽ അത് കലുഷിതവുമാണ്. ലഹരി ഉപയോഗം, അനീതി, അഴിമതി, വർഗീയത, സോഷ്യൽ മീഡിയ ദുരുപയോഗം എന്നിവ നമ്മുടെ നാടിൻ്റെ നന്മയെ കാർന്നു തിന്നുകയാണ്. ഇസ്ലാം നമ്മെ എപ്പോഴും പഠിപ്പിക്കുന്നത് നന്മയുടെ വക്താക്കളാകാനാണ്. നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, തിന്മയിൽ സഹകരിക്കരുത് എന്ന ഖുർആനിക അധ്യാപനം ഓരോ വിശ്വാസിയുടെയും നെഞ്ചിലേറ്റേണ്ട ഒന്നാണ്. തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്ത ഒരു സമൂഹം പരാജയപ്പെടുമെന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടാൻ ഏറ്റവും കരുത്തുള്ള വിഭാഗം വിദ്യാർത്ഥികളായ നമ്മളാണ്. മഹാനായ മാർട്ടിൻ ലൂതർ കിങ് പറയുകയുണ്ടായി, ലോകം നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരുടെ ക്രൂരത കൊണ്ടല്ല, മറിച്ച് അത് കണ്ടു ഒന്നും ചെയ്യാതെ നിൽക്കുന്ന നല്ല മനുഷ്യരുടെ മൗനം കൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ന് ലഹരി ഉപയോഗം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ആദ്യത്തെ പ്രതിരോധം ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമാണ്. ലഹരിയുടെയും തെറ്റായ ശീലങ്ങളുടെയും ലോകത്തേക്ക് ഒരു കൗതുകത്തിന് പോലും നമ്മൾ ചെന്നെത്തരുത്. ആരോഗ്യത്തെയും ബുദ്ധിയെയും നശിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്ന് നാം മറക്കരുത്. ശരിയായ അറിവ് നേടുക എന്നതാണ് തിന്മകൾക്കെതിരെയുള്ള രണ്ടാമത്തെ ആയുധം. നമ്മുടെ പ്രിയ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നല്ലത് പറയുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നതാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനോ മറ്റുള്ളവരെ അപമാനിക്കാനോ നമ്മുടെ വിരലുകൾ ചലിക്കരുത്. ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയാതെ അത് മറ്റുള്ളവർക്ക് അയക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ലോക പ്രശസ്ത ചിന്തകൻ എമേഴ്സൺ പറഞ്ഞതുപോലെ, ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ സ്വർണശേഖരമല്ല, മറിച്ച് സ്വഭാവ മഹിമയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധതയും നീതിയും സഹാനുഭൂതിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. സ്ത്രീകളോടുള്ള ബഹുമാനവും ദയയും നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് തൻ്റെ സ്വഭാവം കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്നത് എന്നതാണ്. നാം ഓരോരുത്തരും സ്വയം നന്നായാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാകൂ. ഒരു വിദ്യാലയ മുറ്റത്ത് നിന്നും നാം തുടങ്ങുന്ന ഈ കൊച്ചു പ്രതിരോധങ്ങൾ നാളെ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. തിന്മകൾക്കെതിരെ ഉറച്ച നിലപാടുള്ള, നന്മയെ സ്നേഹിക്കുന്ന ഒരു നല്ല തലമുറയെ നമ്മളെ വളരാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next call letter E.